മാർച്ച് 6-ന് നടന്ന കർണാടക ബജറ്റ് അവതരണ വേളയിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രോഹിത് വെമുല ആക്ടിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ SC/ST വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ജാതി വിവേചനം തടയുന്നതിനായാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ദ കർണാടക രോഹിത് വെമുല പ്രിവെൻഷൻ ഓഫ് എക്സ്ക്ലൂഷൻ ഓർ ഇൻജസ്റ്റിസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഡിഗ്നിറ്റി ബിൽ 2025 എന്ന് ഔദ്യോഗിക നാമകരണം ചെയ്തിട്ടുള്ള ഈ നിയമം കർണാടക സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ഡീംഡ് സർവകലാശാലകൾക്കും ബാധകമാണ്. രോഹിത് വെമുല ആക്ട് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന നിലയിൽ ജാതി വിവേചനത്തെ കേവലം ഒരു മാർഗനിർദ്ദേശ ലംഘനം എന്നതിൽ നിന്ന് ശിക്ഷാർഹമായ സ്ഥാപനപരമായ കുറ്റകൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രൈം ആയി കർണാടക സർക്കാർ നിയമപരമായി തന്നെ മാറ്റിയിരിക്കുന്നു. ഇതോടെ പാർശ്വവൽകൃത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം വിദ്യാർത്ഥികളുടേതു മാത്രമല്ല സർവകലാശാലകളുടേതു കൂടിയായി മാറ്റിയിരിക്കുന്നു. 2016 രോഹിത് വെമുല ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനു ശേഷം ഒരു ദശകത്തോളമായി പോരാടുന്ന ബഹുജൻ സമൂഹത്തിനും വിദ്യാർത്ഥി യൂണിയനുകൾക്കും ജാതിവിരുദ്ധ പ്രവർത്തകർക്കും ഇടയിൽ ഇത് വലിയ ആഹ്ലാദത്തിന് കാരണമായിട്ടുണ്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ PhD സ്കോളറും അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനിലെ പ്രമുഖ വിദ്യാർത്ഥി നേതാവുമായിരുന്നു രോഹിത് വെമുല. 26 വയസ്സുള്ള രോഹിത് വെമുല 2016 ജനുവരി 17-നാണ് ആത്മഹത്യ ചെയ്തത്. ഇത് ഇന്ത്യയിൽ ആകമാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജാതി വിവേചനത്തിനെതിരായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. യൂണിവേഴ്സിറ്റി അധികൃതർ നടപ്പാക്കിയ സസ്പെൻഷനും സാമൂഹിക ബഹിഷ്കരണവുമാണ് വെമുലയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഒരു ABVP നേതാവ് നൽകിയ പരാതിയെ തുടർന്ന് രോഹിത്തിനെയും മറ്റ് 4 ദലിത വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു. ഹോസ്റ്റൽ, അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടം, ലൈബ്രറി, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവർ വിലക്കപ്പെട്ടു. തുടർന്ന് ദലിത് വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ വെളിവാട എന്ന പേരിൽ ഒരു കുടിൽ കെട്ടി നിരാഹാര സമരം ആരംഭിച്ചു. വെമുലയ്ക്ക് ലഭിച്ചിരുന്ന സ്റ്റൈപ്പൻഡ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിർത്തലാക്കിയിരുന്നു. ഇതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചിരുന്നു. രോഹിത്തിന്റെ അവസാന കത്ത് അത്യന്തം ഹൃദയഭേദകമാണ്. എൻ്റെ ജനനം തന്നെയാണ് എൻ്റെ ദുരന്തം, മൈ ബർത്ത് ഈസ് മൈ ഫാറ്റൽ ആക്സിഡന്റ് എന്ന് അദ്ദേഹം അതിൽ എഴുതി. ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പോരാട്ട വീര്യമായി അത് പിന്നീട് മാറി. സർവകലാശാലയും ഗവൺമെന്റും സൃഷ്ടിച്ച ശത്രുതാപരമായ അന്തരീക്ഷമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതെന്നും അതുകൊണ്ട് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണെന്നും വലിയൊരു വിഭാഗം വാദിച്ചു. കർണാടകയുടെ രോഹിത് വെമുല ബിൽ എന്താണെന്ന് നോക്കാം. ബഹിഷ്കരണം അല്ലെങ്കിൽ അന്യായം തടയുകയും വിദ്യാഭ്യാസത്തിനും മാന്യതയ്ക്കുമുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കായി രൂപകൽപ്പന ചെയ്തതാണ്. കർണാടകയിലെ സർക്കാർ, സ്വകാര്യ ഡീംഡ് സർവകലാശാലകൾ എന്നിവയിലുടനീളം ഈ നിയമം ബാധകമായിരിക്കും. ബില്ല് നിർദ്ദേശിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബില്ലനുസരിച്ച് ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം ജാമ്യമില്ലാത്തതും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതുമായ കുറ്റകൃത്യമാണ്. ജാതീയമായ വിവേചനം നടത്തുകയോ അതിന് സഹായം നൽകുകയോ ചെയ്യുന്നവർക്കെതിരെയും കർശനമായ ശിക്ഷാ നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദ്യമായി കുറ്റം ചെയ്താൽ 1 വർഷം വരെ തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുക. കൂടാതെ വിവേചനം നേരിട്ടവർക്ക് 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള അധികാരവും കോടതികൾക്കുണ്ടാവും. ഈ കുറ്റം ആവർത്തിച്ചാൽ 3 വർഷം വരെ തടവും കൂടാതെ 1 ലക്ഷം രൂപ പിഴയും ഒടുക്കേണ്ടി വരും. ഈ ബില്ല് അവതരിപ്പിച്ച ശേഷം രാഷ്ട്രീയ കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയയും പ്രമുഖ ബുദ്ധിജീവികളുടെയും നേതാക്കളുടെയും പ്രതികരണങ്ങളാൽ സജീവമാണ്. ബില്ല് അവതരണത്തിന് തൊട്ടു പിന്നാലെ രോഹിത് വെമുല ആക്ട് ഹാഷ്ടാഗ് വൈറലായി. ട്രൈബൽ ആർമിയുടെ ഒരു ട്വീറ്റിൽ ഇങ്ങനെ പറയുന്നു: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനത്തിനെതിരെ കർണാടക സർക്കാർ കൊണ്ടുവന്ന രോഹിത് വെമുല ബില്ല് ചരിത്രപരവും പ്രശംസനീയവുമായ നീക്കമാണ്. ക്യാമ്പസുകളിൽ SC, ST, OBC വിദ്യാർത്ഥികൾക്ക് അന്തസ്സും അവകാശ തുല്യതയും ഈ നിയമം ഉറപ്പുവരുത്തുന്നു. മറ്റു സംസ്ഥാനങ്ങളും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ രാജ്യത്ത് ആദ്യ നിയമനിർമ്മാണം നടത്തിയ സംസ്ഥാനം കർണാടകയാണ്.
അവർ അഭിനന്ദനം അർഹിക്കുന്നു. കേരളം ഇത്തരമൊരു ബില്ല് എന്നായിരിക്കും കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു ചോദ്യം.